നമസ്കാരം. നമുക്കിന്ന് കരീബിയൻ റം ഉണ്ടാക്കാം. കരീബിയൻ റമ്മും സാധാരണ റമ്മും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ഇതിൽ നമ്മൾ ഡണ്ടർ ചേർക്കാറുണ്ട്. ഡണ്ടർ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഡിസ്റ്റിൽ ചെയ്ത് ബാലൻസ് വന്ന അല്ലെ ബാക്കി വന്ന ആ വാഷിൽ നിന്നും കുറച്ച് ഭാഗം നമ്മൾ എടുത്തിട്ട് അത് വീണ്ടും നമ്മൾ മാറ്റിവെച്ച് അതിലേക്ക് പലപ്പോഴും നമ്മൾ മറ്റ് പല സാധനങ്ങളും ആഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വാഴപ്പഴം ആഡ് ചെയ്യാറുണ്ട്. അതേപോലെ യോഗട്ട്, നമ്മുടെ തൈര് ചേർക്കാറുണ്ട്. അത് ലാക്ടോബാസിലസ് ബാക്ടീരിയ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതൊരു നല്ല ഒരു ഫ്രൂട്ടി ഫ്ലേവർ ഈ വാഷിന് കൊടുക്കും. അതോടൊപ്പം തന്നെ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ബവേറിയൻ വീറ്റ് ഈസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ആ ബവേറിയൻ ഈസ്റ്റ് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ ഈ ബനാനയുടെയും അതോടൊപ്പം തന്നെ സ്പൈസിൻ്റെയൊക്കെ ഫ്ലേവർ ഇതിൽ തന്നെ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡണ്ടർ വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഒരു 4 ലിറ്റർ ചൂടുവെള്ളം, അപ്പോൾ 4 കിലോ മൊളാസസ് അല്ലെങ്കിൽ ശർക്കര, ഒരു 50 ഗ്രാം ഈസ്റ്റ് ന്യൂട്രിയൻറ്റ്, അതോടൊപ്പം തന്നെ ഒരു 20 ഗ്രാം റം ഈസ്റ്റ്, പിന്നെ നമുക്ക് സിട്രിക് ആസിഡ് വേണം. സിട്രിക് ആസിഡ് നമുക്കൊരു pH 4 to 4.5 റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം 1-1.5 സ്പൂണിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. 4 ലിറ്റർ തിളച്ച വെള്ളം ഈ 4 കിലോ ശർക്കരയായിട്ട് നന്നായിട്ട് ഇളക്കി അത് പിന്നീട് നമ്മുടെ ഈ കണ്ടെയ്നറിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിലേക്ക് നമുക്ക് 2 കിലോ നമ്മുടെ റോ ഷുഗർ, അല്ലെങ്കിൽ ഇവിടെ പഞ്ചാബി ചക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അത് ഇടുക. അതിനുശേഷം നമുക്ക് ഡണ്ടർ ഇതിലേക്ക് ഒഴിക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ഈസ്റ്റ് ന്യൂട്രിയൻ്റ് ചേർക്കുക. അതിനുശേഷം നമുക്ക് സിട്രിക് ആസിഡ് ചേർക്കണം. സിട്രിക് ആസിഡ് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ pH ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഇത് 4 to 4.5 റേഞ്ചിലായിരിക്കണം. റമ്മ വാഷിന് ഒരു മുഴുവനായി ഫെർമെൻ്റ് ആവില്ല, അല്ലെങ്കിൽ ആവാത്ത ഒരു പ്രശ്നമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഈസ്റ്റിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും. അതൊഴിവാക്കാൻ നന്നായിട്ട് എയറേറ്റ് ചെയ്യണം. ഒന്നിൽ എയറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പമ്പ് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ അതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പെയിൻറ്റ് മിക്സർ അറ്റാച്ച്മെൻറ്റ് നമ്മൾ ഡ്രില്ലിലേക്ക് കണക്ട് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 2-3 മിനിറ്റ് മിക്സ് ചെയ്ത് നന്നായിട്ട് പതപ്പിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ഏകദേശം പൂർണ്ണമായിട്ടും നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാം. സാധാരണ ഷുഗർ വാഷ് ഫെർമെൻ്റ് ആവുന്നത് പോലെ പൂർണ്ണമായിട്ടും ഫെർമെൻ്റ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും പരമാവധി നമുക്ക് ഫെർമെൻ്റ് ആക്കാം. ഫെർമെൻറ്റ് പൂർണ്ണമായിട്ട് ആക്കണം എന്ന് പറയാൻ കാരണം പരമാവധി ഈൽഡ് ഇതിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം. ഇപ്പോൾ ഞാൻ 12 ലിറ്ററാണ് ഉപയോഗിക്കുന്നത്. വെള്ളം ചേർത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത ശേഷം ഫെർമെൻറ്റേഷൻ ആവാതിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. ഏകദേശം പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് ഫെർമെൻറ്റേഷൻ ആവുന്നതായിരിക്കും. ഇനി നമുക്ക് അല്പം ഈസ്റ്റ് ന്യൂട്രിയൻ്റ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം 50 ഗ്രാമാണ് ഈസ്റ്റ് ന്യൂട്രിയൻ്റ് ചേർക്കുന്നത്.
ഇനി നമ്മൾ ഒരു സിട്രിക് ആസിഡ് ചേർക്കുകയാണ്. ഏകദേശം നമുക്ക് 4 മുതൽ 4.5 വരെ pH റീഡിങ് കിട്ടിയാൽ മതി. അതിനനുസരിച്ച് ചേർത്താൽ മാത്രം മതി. ഇത് കൂടി പോകാൻ നോക്കണം. അതുകൊണ്ട് ഏകദേശം ഞാൻ ആദ്യം 1 സ്പൂൺ ഇട്ട് നോക്കുകയാണ്. അത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് നമുക്ക് 4 to 4.5 റീഡിങ് കിട്ടണം. അതേപോലെ അതിനുശേഷം നമുക്ക് ഈസ്റ്റ് ചേർക്കാം. ഞാൻ 20 ഗ്രാം റം ഈസ്റ്റാണ് ചേർക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഡണ്ടർ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബവേറിയൻ വീറ്റ് ഈസ്റ്റ് ചേർക്കുക. കാരണം ആ ഡണ്ടറിൽ കൂടെ കിട്ടുന്ന ആ എസ്റ്റേഴ്സ്, ആ ഫ്ലേവേഴ്സ് കിട്ടാൻ പിന്നെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി അടച്ച് നമ്മൾ ഏകദേശം ഒരു 3 മുതൽ 5 ദിവസം വരെ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി വിടുക. ഒരു 20 മുതൽ 35 ഡിഗ്രി ടെമ്പറേച്ചറാണ് ഇതിന് ഏറ്റവും നല്ലത്. ഏതാണ്ട് 5 ദിവസം കഴിഞ്ഞു. നമ്മൾ ഈ വാഷ് നമ്മുടെ ബോയിലറിലേക്ക് മാറ്റുകയാണ്. ഈ ബോയിലർ ഇങ്ങനെ ഉയരത്തിൽ കൂടെ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അല്പം ഡീഗാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീഗാസ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഡിസ്റ്റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം 250 മില്ലിയാണ് ഞാൻ 4 ഷോട്ട്സ് മാറ്റുന്നത്. ഒരു 25 ലിറ്റർ വാഷിന് ഒരു 250 മില്ലി മതിയാകും. ഓക്ക് ബാരലിനകത്താണ് ഞാൻ ഏജ് ചെയ്യുന്നത്. ഏകദേശം 63.5% ABV ആണ് ഏജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ 50 മുതൽ 70 വരെ എത്ര വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഏജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും. നാല് മാസം ഏജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. 4 മാസം ശേഷം കിട്ടുന്ന ആ മദ്യത്തിലേക്ക് നമ്മൾ ഡിസ്റ്റിൽ വാട്ടർ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് 40% ABV ആക്കുന്നു. അതിനുശേഷമാണ് ഇത് ബോട്ടിൽ ചെയ്യുന്നത്.
അപ്പോൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക. വീണ്ടും മദ്യവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താം. അതുവരെ നന്ദി. താങ്ക് യു.